ഹായ്, KTU BTech മാത്സിലെ S1 പേപ്പറായ MAT 101 പേപ്പറിന്റെ പേര് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. അതേപോലെ 2015 സ്കീമില് MA 101 കാൽക്കുലസ്. ഈ രണ്ട് പേപ്പറിലെയും സെക്കൻഡ് മോഡ്യൂളാണ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? Z is a function of x and y. Z is a function of x and y. Here partial derivative of z with respect to x is denoted by dou z by dou x or dou f by dou x or fx. എന്തൊക്കെ പറയാം? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to x is dou z by dou x or dou f by dou x or fx. അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to y is dou z by dou y or dou f by dou y or fy. അതായത് z-നകത്ത് എക്സും വൈയും ഉണ്ട് ഫംഗ്ഷൻസ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വൈയെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഈ മോഡലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് fx x, y and fy x, y for f of xy is given. Use partial derivatives to compute fx 1, 3 and fy 1, 3. എന്താണ് f of xy? എക്സും വൈയും ഉണ്ട് ഫംഗ്ഷൻസ്. f of xy എന്താണ്? 2x cube y square plus 2y plus 4x. എന്താണ് fx x, y എന്ന് പറഞ്ഞാൽ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു x ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു x ആണ് fx x, y. എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേ y ഈസ് ട്രീറ്റഡ് ആസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? ഈ ഫസ്റ്റ് ടൈമില് 2y² കോൺസ്റ്റന്റ് ആണ്. അടുത്തെന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് x ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു x ക്യൂബിന് 3x² ആണ്. പ്ലസ് 2y എന്താണ്? വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ 2y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2y 0 ആണ്. 4x എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു x ആണ്. 4x 4 എന്ന് വരും. അപ്പൊ എന്താണ്? 6x² y² പ്ലസ് 4 എന്ന് കിട്ടും. ഇവിടെ ആ പോയിന്റ് കൊടുക്കാം. fx 1, 3 എന്ത് വരും? എന്താണ് fx 1, 3? എക്സിന് 1 എന്നും വൈക്ക് 3 എന്നും കൊടുക്കണം. അപ്പൊ 6 ഇൻറ്റു എക്സിന് 1 വൈക്ക് 3 പ്ലസ് 4. അപ്പൊ എന്ത് വരും? 6 ഇൻറ്റു 3² 9 പ്ലസ് 4 ആണ്. എന്താണ്? 9 ഇൻറ്റു 6 54 ആണ്. പ്ലസ് 4 58 എന്ന് കിട്ടും. ഇതേപോലെ fy കണ്ടുപിടിച്ച് നോക്കാം. fy x, y. എന്താണ് fy x, y എന്ന് പറഞ്ഞാൽ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു y ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? x ഈസ് ടേക്കൺ ആസ് കോൺസ്റ്റന്റ്. അപ്പൊ 2x³ ആണ് കോൺസ്റ്റന്റ്. 2x³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y² എന്താണ്? വിത്ത് റെസ്പെക്ട് ടു y 2y പ്ലസ് 2y ന്റെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു y 2 ആണ്. പ്ലസ് 4x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താണ്? 0 ആണ്. വിത്ത് റെസ്പെക്ട് ടു x എടുക്കുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് വരും? 4x³ y പ്ലസ് 2 എന്ന് കിട്ടും. ആ പോയിന്റ് കൊടുക്കാം. fy 1, 3 അതായത് എക്സിന് 1 എന്നും വൈക്ക് 3 എന്നും കൊടുക്കണം. അപ്പൊ എന്ത് വരും? 4 × 3 12 ആണ്. 12 പ്ലസ് 4 16 ആണ്. ഇവിടെ ഇത് 2 ആണ്. അപ്പൊ ഈ 4 അല്ല 2 ആണ്. അപ്പൊ 12 പ്ലസ് 4 14 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് f of xy തന്നിട്ടുണ്ട്. We have to find fx and fy at 4, -5. എന്താണ് fx എന്ന് പറഞ്ഞാൽ? f of xy അറിയാം. f of xy എന്താണ്? x³ plus 3xy
പ്ലസ് വൈ മൈനസ് 1. എന്താണ് എഫ് എക്സ് എക്സ് കോമ വൈ? എഫ് എക്സ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിന് 3x² പ്ലസ് 3xyക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? 3യും വൈയും കോൺസ്റ്റന്റ് ആണ്, എക്സിന് 1 ആണ്, 3y പ്ലസ് എന്താണ് വൈക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആണ്, -1നും 0 ആണ്. അപ്പൊ എന്ത് വരും? 3x² പ്ലസ് 3y ആണ് വന്നത്. അവിടെ ആ പോയിന്റ് കൊടുക്കാം. എന്താണ്? എഫ് എക്സ് 4, -5. അതായത് എക്സിന് 4 എന്നും വൈക്ക് -5 എന്നും കൊടുക്കുമ്പോൾ 3 × 4² പ്ലസ് 3 × -5. 4² 16 ആണ്. 3 × 16 എന്ത് വരും? 16, 32, 48. 48 -15 ആണ്. അതായത് 35 എന്ന് കിട്ടും. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എഫ് വൈ. എന്താണ് എഫ് വൈ എക്സ് കോമ വൈ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് വൈ ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് വൈ വരുമ്പോൾ എന്താണ്? എക്സ് ക്യൂബ് ഈസ് ടേക്കൺ ആസ് കോൺസ്റ്റന്റ്. എക്സ് ക്യൂബിന് 0. 3xyക്ക് വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? 3x കോൺസ്റ്റന്റ് ആണ്. വൈക്ക് 1 വരും. പ്ലസ് വൈ വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? 1 ആണ്. -1 വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? 0 ആണ്. അപ്പൊ എന്ത് വരും? നമുക്ക് 3x എന്ന് മാത്രമേ ഉള്ളൂ. ആ പോയിന്റ് കൊടുക്കാം. എഫ് വൈ 4, -5. അതായത് എക്സിന് 4 എന്നും വൈക്ക് -5 എന്നും കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. 3 × 4 12 എന്ന് കിട്ടും. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റൻ തന്നിട്ടുള്ളത് z is given z equal to x raised to 4 sin x y cube. First we have to find dou z by dou x. Dou z by dou x എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനകത്തും എക്സ് ഉണ്ട്, ഇതിനകത്തും എക്സ് ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ വേണം. എന്താണ് പ്രോഡക്റ്റ് റൂൾ? അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x raised to 4 into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ത് വരും? സൈൻ എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. കോസ് എക്സ് വൈ ക്യൂബ് കഴിഞ്ഞില്ല ഇൻറ്റു എക്സ് വൈ ക്യൂബിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് വേണം. എന്താണ്? വൈ ക്യൂബ് പ്ലസ് ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതേ ഉള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈനിന്റെ കോസ് ആണ്. കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു പിന്നെ എന്ത് വേണം? എക്സ് വൈ ക്യൂബിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സും കൂടെ വേണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോൾ എന്ത് വരും? വൈ ക്യൂബ് വരും പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 4x ക്യൂബ് അല്ലേ? എക്സ് റൈസ് ടു 4 ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 4x ക്യൂബ്. അപ്പൊ എന്ത് വരും? എക്സ് റൈസ് ടു 4y ക്യൂബ് കോസ് എക്സ് വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് സൈൻ എക്സ് വൈ ക്യൂബ്. ഓക്കെ. അടുത്തെന്താണ് വേണ്ടത്? ഡോ ഇസെഡ് ബൈ ഡോ വൈ ആണ്. എന്താണ് ഡോ ഇസെഡ് ബൈ ഡോ വൈ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോഴത്തേക്ക് ഈ എക്സ് റൈസ് ടു 4 എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ വരുമ്പോൾ എക്സ് റൈസ് ടു 4 ഈസ് ടേക്കൺ ആസ് കോൺസ്റ്റന്റ്. അപ്പൊ എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്താണ്? കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു തീർന്നില്ല. പിന്നെ എന്ത് വേണം? എക്സ് വൈ ക്യൂബിന് വിത്ത് റെസ്പെക്ട് ടു വൈ വേണം. എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈ ക്യൂബ് എന്ത് വരും? 3y². ഇത്രയും വരും. അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ ഈ എക്സ് റൈസ് ടു 4 കോൺസ്റ്റന്റ് ആണ്. എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഈസ് കോസ് ഇൻറ്റു പിന്നെ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു വൈ വേണം. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈ ക്യൂബിന് 3y² ആണ്. അപ്പൊ എന്ത് കിട്ടി? 3x റൈസ് ടു 5 y² കോസ് എക്സ് വൈ ക്യൂബ്. ഇത്രയും കിട്ടി. ഓക്കെ. Next question is given. Here Z is sin y² minus 4x.
We have to find the rate of change of z with respect to x at the point 3, 1. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to x എന്ന് പറഞ്ഞാൽ ഡോ z by ഡോ x ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to x is ഡോ z by ഡോ x. What is ഡോ z by ഡോ x? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z with respect to x. അപ്പൊ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് സൈൻ cos y square minus 4x into അടുത്ത എന്ത് വേണം? y square minus 4x ന്റെ with respect to x ഡെറിവേറ്റീവ് വേണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y square minus 4x with respect to x എന്താണ്? y square 0 ആണ്. minus 4x with respect to x ഒരു minus 4 കൂടെ വരും. അപ്പൊ എന്താണ്? minus 4 cos y square minus 4x ആണ്. ഇനി നമുക്ക് എന്ത് കൊടുക്കണം? 0.31 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അറ്റ് 3, 1 എന്നുള്ള പോയിന്റിൽ ഡോ z by ഡോ x എന്താണ്? എക്സിന് 3 എന്നും വൈക്ക് 1 എന്നും കൊടുക്കണം. അപ്പൊ -4 cos വൈക്ക് 1 സ്ക്വയർ -4 ഇൻറ്റു എക്സിന് 3. അപ്പൊ എന്ത് വരും? -4 cos 1 - 12, അതായത് -4 cos -11. എന്താണ് cos of -θ? cos of -θ is cos θ. അപ്പൊ എന്ത് വരും? 4 cos 11 എന്ന് കിട്ടും. 4 cos -4 cos 11. ഇതാണ് ആൻസർ. ഇതൊരു KTU ക്വസ്റ്റൻ ആയിരുന്നു. ഇതേപോലെ ഡോ z by ഡോ x കാണാം, ഡോ y കാണാം. അതായത് അടുത്ത് കാണേണ്ട എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to y with x held fixed എന്ന് പറയുമ്പോൾ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to y എന്താണ്? ഡോ z by ഡോ y ആണ്. ഡോ z by ഡോ y എന്ത് വരും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to y is ഡോ z by ഡോ y. ഡോ z by ഡോ y എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സൈൻ cos y സ്ക്വയർ minus 4x ഇൻറ്റു അടുത്ത് എന്ത് വേണം? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y സ്ക്വയർ minus 4x with respect to y. yക്ക് വരുമ്പോൾ എന്താണ്? y സ്ക്വയറിന് 2y എന്ന് വരും. -4x ന് 0 എന്ന് വരും. പോയിന്റ് ഉണ്ട് അറ്റ് 3, 1. അറ്റ് 3, 1 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to y എന്ത് വരും? ഡോ z by ഡോ y എന്ന് പറയുന്നത് 2 നമ്മൾ yക്ക് 1 എന്ന് കൊടുക്കും. cos yക്ക് 1 xന് 3. അപ്പൊ എന്ത് വരും? 2 cos -11. cos -11 cos 11 ആണ്. അപ്പൊ 2 cos 11 എന്ന് കിട്ടും. ആൻസർ കിട്ടി കഴിഞ്ഞു. അപ്പൊ ആദ്യം കിട്ടിയത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to x കിട്ടിക്കഴിഞ്ഞു. ഡോ z by ഡോ x. ഇവിടെ എന്താണ് കിട്ടിയത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z with respect to y, അതായത് ഡോ z by ഡോ y. ഓക്കെ. Next question is given. Here f of xy equal to root 3x plus 2y. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Find the slope of the surface z equal to f of xy in the x direction at the point 2, 5. എന്താണ് slope of the surface in the x direction എന്ന് പറഞ്ഞാൽ? slope of the surface in the x direction എന്ന് പറഞ്ഞാൽ ഡോ z by ഡോ x ആണ്. അതായത് slope of the surface in x direction എന്ന് പറഞ്ഞാൽ ഡോ z by ഡോ x ആണ്. z തന്നിട്ടുണ്ട്. z എന്താണ്? z അല്ല, f of xy അറിയാം. f of xy അപ്പൊ എന്താണ്? f of xy എന്ന് പറയുന്നത് റൂട്ട് 3x plus 2y ആണ്. z ഈക്വൽ ടു f of xy എന്ന് പറയുന്നുണ്ട്. അപ്പൊ z എന്താണ്? z എന്ന് പറയുന്നത് ആണ് ഈ തന്നിട്ടുള്ളത്. z ഈക്വൽ ടു റൂട്ട് 3x plus 2y. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ ദി x ഡയറക്ഷൻ എന്താണ്? z ഈക്വൽ ടു റൂട്ട് 3x പ്ലസ് y യുടെ സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ ദി x ഡയറക്ഷൻ എന്താണ്? ഡോ z ബൈ ഡോ x ആണ്. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ x ഓഫ് തന്നിട്ടുള്ള z എന്താണ്? റൂട്ട് 3x പ്ലസ് y. ഇത് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. എന്താണ് റൂട്ടിന്റെ ഡെറിവേറ്റീവ്? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സ് ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈസ് 1/2 റൂട്ട് എക്സ്. 2 റൂട്ട് ഇവിടെ എന്താണ്? 3x പ്ലസ് 2y ഇൻറ്റു പിന്നെ എന്ത് വേണം? 3x പ്ലസ് 2y യുടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ഇവിടെ വേണം. 3xന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എന്താണ്? 3. 2yയില് എക്സ് ഇല്ലല്ലോ, 0. അപ്പൊ എന്ത് വരും? ഒരു 3 ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്? 3/2 റൂട്ട് 3x പ്ലസ് 2y. ഇനി ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ആ പോയിന്റ് കൊടുക്കാം. എന്താണ് പോയിന്റ്? അറ്റ് 2, 5. അപ്പൊ എന്ത് വരും? ഡോ z ബൈ ഡോ x
അറ്റ് 2 5 2ഉം 5ഉം കൊടുക്കുമ്പോൾ എന്താണ് എക്സിന് 2 എന്നും വൈക്ക് 5ഉം കൊടുക്കണം. അപ്പൊ എന്ത് വരും 3/2 റൂട്ട് എക്സിന് 2 എന്നും വൈക്ക് 5 എന്നും കൊടുക്കും. അപ്പൊ എന്താണ് 3/2 റൂട്ട് 6 പ്ലസ് 10 16. എന്താണ് റൂട്ട് 16? 4 ആണ്. റൂട്ട് 16 ആണ്. അപ്പൊ 4 എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും 3/8 എന്ന് കിട്ടും ആൻസർ. ഇതെന്താണ് കിട്ടിയത്? സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ ദി എക്സ് ഡയറക്ഷൻ ആണ് കിട്ടിയത്. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇൻ ദി വൈ ഡയറക്ഷൻ. അതെന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ വൈ ഡയറക്ഷൻ എന്തായിരിക്കും? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്ത് നോക്കാം. സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ ദി വൈ ഡയറക്ഷൻ ഈസ് ഡോ ഇസഡ് ബൈ ഡോ വൈ. എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് നമ്മുടെ ഫംഗ്ഷൻ റൂട്ട് 3x പ്ലസ് വൈ ആണ്. എന്താണ് റൂട്ടിന്റെ ഡെറിവേറ്റീവ്? 1/2 റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പൊ റൂട്ട് 3x പ്ലസ് 2y എന്ത് വരും? 1/2 റൂട്ട് 3x പ്ലസ് വൈ. അടുത്ത എന്ത് വരും? 3x പ്ലസ് വൈക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് വരും? 3xന് 0 ആണ്, വൈക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്. ഇനി എന്താണ്? ആ പോയിന്റ് കൂടെ കൊടുക്കാം. അതായത് അറ്റ് ഡോ ഇസഡ് ബൈ ഡോ വൈ അറ്റ് പോയിന്റ് എന്താണ്? 2 5. എക്സിന് 2 എന്നും വൈക്ക് 5 എന്നും കൊടുക്കുക. എക്സിന് 2 എന്നും വൈക്ക് 5 എന്നും. അപ്പൊ എന്ത് വരും? 1/2 റൂട്ട് 3 ഇൻറ്റു എക്സിന് 2 വൈക്ക് 5. അപ്പൊ എന്ത് വരും? 1/2 റൂട്ട് 6 പ്ലസ് 5 11. ഇതാണ് ആൻസർ കിട്ടിയത്. എന്തോ തെറ്റുണ്ടല്ലോ. 3x പ്ലസ് ക്വസ്റ്റ്യന്റെ 3x പ്ലസ് 2y ആയിരുന്നു. ക്വസ്റ്റ്യന്റെ 3x പ്ലസ് 2y ആയിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? 3x പ്ലസ് 2y. അപ്പൊ ഇവിടെ എന്താണ്? 3x പ്ലസ് 2y. എന്തായാലും ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നുകൊണ്ട് ആ സൈഡ് 0 ആയിട്ട് പോയി. അതുകൊണ്ട് അതിന്റെ ശല്യം വന്നില്ല. ഇവിടെ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നെ 2y ആയിരുന്നു. അപ്പം റൂട്ട് 3x പ്ലസ് 2y ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഇൻറ്റു 1 അല്ല, 3xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 0, 2yക്ക് ഒരു 2 വരും. അപ്പൊ എന്താണ്? 2/2 ക്യാൻസൽ ആവും. എന്താണ്? 3x പ്ലസ് 2y 2 6 വരും, 10 വരും, റൂട്ട് 16 ആണ്. അപ്പൊ 1/4 ആണ് കിട്ടിയത്. ഇതിന്റെ ആൻസർ ഓക്കെ ആയി. Next question is given. Here f of xy equal to x square y plus 5y cube. എന്താണ് ചെയ്യേണ്ടത്? Find the slope of the surface z equal to f of xy. അപ്പൊ z equal to ആണ്. z equal to f of xy ആണ്. അതാണ് തന്നിട്ടുള്ളത് x square y plus 5y cube എന്ന്. ഇത് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് പാർട്ട് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ ദി x ഡയറക്ഷൻ. എന്താണ് സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇൻ ദി x ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ത് വരും? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എന്ത് വരും? ഇതിനെന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോഴത്തേക്ക് y കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന് 2xy 5y ക്യൂബും കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ അത് വേണ്ട, 0 ആണ്. ഒരു പോയിന്റ് ഉണ്ട് അറ്റ് 1 - 2. അപ്പൊ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് അറ്റ് 1 - 2 വരുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സിന് 1 വൈക്ക് -2. അതെന്താണ്? -4 എന്ന് കിട്ടും. ശരിയാണ്. അടുത്തതാണ് ബി പാർട്ട്. Find the slope of the surface in the y direction. എന്താണ് സ്ലോപ്പ് ഓഫ് ദി സർഫസ് z in the y direction എന്ന് പറഞ്ഞാൽ ഡോ z ബൈ ഡോ y ആണ്. എന്താണ് ഡോ z ബൈ ഡോ y? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y ആണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ലോപ്പ് ഓഫ് ദി സർഫസ് എന്നോ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x എന്നോ എന്തെങ്കിലും ചോദിച്ച് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ചാൻസ് ഉണ്ട്. അപ്പൊ ഡോ z ബൈ ഡോ y എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു y യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇതെന്താണ്? എക്സ് സ്ക്വയർ വൈ വിത്ത് റെസ്പെക്ട് വൈക്ക് എന്താണ്? എക്സ് സ്ക്വയർ. 5y ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ എന്താണ്?
15y². പോയിന്റ് കൊടുക്കണം. ഡോ ഇസഡ് ബൈ ഡോ വൈ അറ്റ് പോയിന്റ് എന്താണ് 1, -2. എക്സിന് 1 എന്നും വൈക്ക് -2 എന്നും കൊടുക്കുമ്പോൾ 1² പ്ലസ് 15 ഇൻറ്റു വൈക്ക് -2 എന്നാണ് -2ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? 1 പ്ലസ് -2ന്റെ സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 15 60 ആണ്. അപ്പൊ നമുക്ക് 61 എന്ന ആൻസർ കിട്ടും. ഇതെന്താണ്? സ്ലോപ്പ് ഓഫ് ദി സർഫസ് ഇസഡ് വിത്ത് ഇൻ ദി വൈ ഡയറക്ഷൻ. അതാണ് ഡോ ഇസഡ് ബൈ ഡോ വൈ. അത് ചെയ്തിട്ട് ആ പോയിന്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇസഡ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ഇസഡ് അറിയാം. ഇസഡ് ഈക്വൽ ടു x⁴. ln എന്ന് പറഞ്ഞാൽ ലോഗ് ആണ്. ln 1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5. ആദ്യം കാണേണ്ടത് ഡോ ഇസഡ് ബൈ ഡോ എക്സ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ x⁴ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്താണ്? ln ലോഗിന് 1/, ആണ്. ലോഗ് എക്സിന് 1/x ആണ്. 1/1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5. അപ്പൊ ഫസ്റ്റ് പാർട്ടായി. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അല്ല തീർന്നില്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗിന് 1/, ആണ്. ഇൻറ്റു ഇനി എന്ത് കൂടെ വേണം? 1 പ്ലസ് ഇതിന് ഈ ടേമിന് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. ഈ ടേമിന് വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം. എന്താണ്? 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ്. ഇതെന്താണ്? വൈ റൈസ് ടു -3/5 കോൺസ്റ്റന്റ്. എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. അപ്പം വൈ റൈസ് ടു -3/5 കൂടെ വരും. പ്ലസ് അടുത്തെന്ത് വേണം? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു. സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? ആ ln 1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്താണ്? x⁴ 4x³. അപ്പൊ ഇൻറ്റു 4x³ കൂടെ വരും. ഇവിടെ പോയിന്റ് ഒന്നും കൊടുക്കാനില്ല. അപ്പൊ ഈ കിട്ടിയ ആൻസർ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എന്ത് വരും? x⁴ വൈ റൈസ് ടു -3/5 by 1 plus x y raised to -3/5 plus 4x³ ln 1 plus x y raised to -3/5. ഇങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഈ ടേമിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ y റൈസ് ടു -3/5 മുകളിലും താഴെ വരുന്നില്ലേ, അതിനെ ഒന്ന് മാറ്റാനായിട്ട് നമുക്കതിന്റെ കോൺജുഗേറ്റ്, അതായത് y റൈസ് 3/5 എടുത്ത് ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് x⁴ y റൈസ് ടു -3/5 ഉണ്ട്. ഒരു y റൈസ് ടു 3/5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ അതുപോലെ വന്നു y റൈസ് ടു 3/5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ബാക്കി വരുന്നത് 1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5 പ്ലസ് 4x³ ln 1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5. ഇതാണല്ലോ സംഭവം. അപ്പൊ എന്താണ്? ഈ y റൈസ് ടു 3/5 കൂടെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് രണ്ടും കൂടെ എന്താവും? ക്യാൻസൽ ആകും. അപ്പൊ മുകളിൽ x⁴ മാത്രം. താഴെ എന്താണ്? ഇത് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് y റൈസ് ടു 3/5 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5 y റൈസ് ടു 3/5 കൂടെ ഇൻറ്റു ചെയ്ത് എക്സ് മാത്രം പ്ലസ് 4x³ ln 1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇനി എന്താണ് വേണ്ടത്? ഡോ ഇസഡ് ബൈ ഡോ വൈ വേണം. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അത് ചെയ്ത് നോക്കാം. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ? ഡോ ഇസഡ് ബൈ ഡോ വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ x⁴ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ x⁴ ഇൻറ്റു എന്താണ്? ln എന്ന് പറഞ്ഞാൽ ലോഗ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ 1/1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5 ആണ്. ഇൻറ്റു ഇനി എന്ത് വരും? ഈ 1 പ്ലസ് എക്സ് വൈ റൈസ് ടു -3/5 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 1 0 ആണ്. പ്ലസ് എക്സ് കോൺസ്റ്റന്റ് ആണ്.
y റൈസ് ടു മൈനസ് 3/5 എന്ത് വരും? എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? y റൈസ് ടു മൈനസ് 3/5നെ മൈനസ് 3/5 y റൈസ് ടു മൈനസ് 3/5 മൈനസ് 1 ആണ്. ഇതല്ലേ വരേണ്ടത്? y റൈസ് ടു മൈനസ് 3/5നെ മൈനസ് 3/5 ഇൻറ്റു y റൈസ് ടു മൈനസ് 3/5 മൈനസ് 1 ആണ്. അതിനെങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 4/1 പ്ലസ് എക്സ് y റൈസ് ടു മൈനസ് 3/5 ഇൻറ്റു ഇത് എഴുതണ്ട, മൈനസ് 3/5 ഒരു എക്സ് ഉണ്ട്, y റൈസ് ടു ഇതെന്ത് വരും? മൈനസ് 3 മൈനസ് 5/5 അപ്പൊ മൈനസ് 8/5 എന്ന് വരും. മൈനസ് 8/5 y റൈസ് ടു മൈനസ് 8/5 ഇതാണ് കിട്ടിയത്. അപ്പൊ എക്സും കൂടെ ഇങ്ങോട്ട് കയറ്റുമ്പോൾ എന്താവും? എക്സ് റൈസ് ടു 5 ആവും. മൈനസ് 3/5 ആദ്യം എഴുതാം, പിന്നെ ഒരു എക്സ് റൈസ് ടു 5, പിന്നെ പറഞ്ഞ എന്താണ്? y റൈസ് ടു മൈനസ് 8/5 ബൈ 1 പ്ലസ് എക്സ് y റൈസ് ടു മൈനസ് 3/5 ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഈ മുകളിലും താഴെയും y റൈസ് ടു 8/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? /5 അല്ല, ഈ ടേമാണ് എടുക്കുന്നത്. y റൈസ് ടു അത് മൾട്ടിപ്ലൈ ചെയ്ത കാര്യമില്ല, നമ്മൾ y റൈസ് ടു 3/5 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ ഇട്ടാലും മതി. അല്ലെങ്കിൽ മൈനസ് 3/5 എക്സ് റൈസ് ടു 5 y റൈസ് ടു മൈനസ് 8/5 ഉണ്ട്. ഈ ടേം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. y റൈസ് ടു 3/5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് താഴെ മൾട്ടിപ്ലൈ ചെയ്യും 1 പ്ലസ് എക്സ് y റൈസ് ടു മൈനസ് 3/5 ഇൻറ്റു y റൈസ് ടു 3/5. അപ്പൊ എന്താവും? മൈനസ് 3/5 ഉണ്ട്, ഒരു എക്സ് റൈസ് ടു 5 ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതിൽ എഴുതിയാൽ മതിയല്ലോ. മുകളിൽ എന്താണ്? മൈനസ് 8 പ്ലസ് 3 അല്ലേ? മൈനസ് 8/3 എന്താണ്? മൈനസ് 5 ആണ്. അപ്പൊ മൈനസ് 5/5 മൈനസ് 1 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഒരു വൈയും കൂടെ വരും. രണ്ടും കൂടെ വരുമ്പോൾ എന്താണ്? 8 റൈസ് ടു അല്ല 5 റൈസ് ടു മൈനസ് 5/5 ആണ്. അപ്പൊ 5 റൈസ് ടു മൈനസ് 1 ആണ് വരുന്നത്. അടുത്തത് താഴെ എന്താണ് വരുന്നത്? ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് y റൈസ് ടു 3/5 പ്ലസ് എക്സ് ഇതകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടെ y റൈസ് ടു 3/5, ഇവിടെ എന്ത് വരും? y റൈസ് ടു മൈനസ് 3/5 y റൈസ് ടു 3/5 വെട്ടി പോയിട്ട് ബാക്കി എക്സും കൂടെ കിട്ടും. ഇതാണ് ആൻസർ. ഇവിടെ എന്താണ്? y റൈസ് ടു ഒരു മൈനസ് 1 കൂടെ വരും. അതിന് താഴെ എഴുതാം. y റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/y ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് 3/5 എക്സ് റൈസ് ടു 5 ബൈ ഒരു y ഉണ്ട് എക്സ് പ്ലസ് y റൈസ് ടു 3/5. ഇതാണ് ആൻസർ. ഓക്കെ, ആണെങ്കിൽ കുറച്ചുകൂടെ നേരെ എഴുതാം. അപ്പൊ എന്ത് വരും? ആ 5 കൂടെ താഴെ വരണ്ടേ? മൈനസ് 3 എക്സ് റൈസ് ടു 5 ബൈ 5y എക്സ് പ്ലസ് y റൈസ് ടു 3/5 ഇങ്ങനെ എഴുതാം. ശരിയാണോ നോക്കട്ടെ? മൈനസ് 3/5 ഉണ്ട്. ഈ y വേണമെങ്കിൽ അകത്തോട്ട് കയറ്റി എഴുതാം. ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഈ വൈനെയും കൂടെ അകത്തോട്ട് കയറ്റി എഴുതാം, എന്നാലും ഒരു വൃത്തിയാവുള്ളൂ. അപ്പം മൈനസ് 3/5 ഉണ്ട്, എക്സ് റൈസ് ടു ഒരു 5 ഉണ്ട്. ഈ y അകത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താവും? എക്സ് വൈ പ്ലസ് ഇവിടെ ഒരു y കൂടെ എന്താവും? y കൂടെ വന്നാൽ y റൈസ് ടു 3/5 y റൈസ് ടു 1 കൂടെ വരുമ്പോൾ y റൈസ് ടു 8/5 എന്ന് കിട്ടും. കുറച്ചൊന്ന് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ നേരത്തെ നമുക്ക് നിർത്താമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെയ്ത് ഇവിടെ കൊണ്ടുപോയി നിർത്തുക. ഓക്കെ.